നമസ്കാരം. നമ്മൾ കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ബോധപൂർവ്വം ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. പ്രസക്തമായുള്ള കാര്യങ്ങളെല്ലാം പറയാനുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. അത് ഒരുപാട് കാര്യത്തിന് ഗുണപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് എന്നിൽ ചില പരീക്ഷണങ്ങളും രീതികളൊക്കെ ഞാൻ ചെയ്തു നോക്കി. വീഡിയോ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമോ, ശ്രദ്ധിക്കുമോ, എന്നെ കോണ്ടാക്ട് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ പരീക്ഷണങ്ങൾ ഞാൻ നോക്കി. അതിനകത്ത് എത്ര ശതമാനം ആൾക്കാർ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം അതിന് കുറവ് വരും എന്നൊക്കെ ഒരു പഠനം കൂടെയായിരുന്നു. എനിക്കൊന്ന് ജനുവരി 1-ാം തീയതി ഒരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം ജനുവരി തീരാറായി. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഒരുപാട് മാറ്റങ്ങൾ എന്നിലും, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് അതിൻ്റെ രീതിയിലാണെങ്കിലും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നുമ്പോൾ സംസാരിക്കാം. ഈ പറയുന്ന പോലെ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന പോലെ വേണ്ട. ഒരുപാട് കണ്ടൻറ്റുകൾ, ആരും പറയാത്ത കണ്ടൻറ്റുകൾ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി മാറ്റം വരുത്തണമെന്ന് ബോധമുള്ളവർ വരട്ടെ, ഒരു തിരുത്തൽ ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ബൃഹത്തായ ഒരു തിയറി, അതിൽ ഞാൻ നടത്തിയിരിക്കുന്ന ചില എക്സ്പെരിമെൻസും അതിൻ്റെ ഫൈൻഡിങ്സും ഒക്കെ നിങ്ങളെ പല രീതിയിലൊന്ന് ചിന്തിപ്പിക്കാൻ, നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെയാണല്ല. പറയുമ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ സഞ്ചിത ജനിതക ആർജിത കർമ്മങ്ങൾ ഒരു 17ാമത്തെ വയസ്സ് തൊട്ടായിരിക്കും ഈ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റ് നിങ്ങളിൽ പ്രകടമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റും ടേണും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് വീഴുന്നത്. ഒരു മെജോറിറ്റി ആൾക്കാർക്കും അത് സ്വാധീനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 16-17ലാണ്. അപ്പോൾ അതുവരെ എന്താണ് നിങ്ങളെ സ്വാധീനിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജനിതക കർമ്മത്തിൻ്റെ എഫക്റ്റ്. നിങ്ങളുടെ ജനിതക കർമ്മത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീനിൻ്റെ എന്ന് വേണം നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ അമ്മ തന്നേക്കുന്ന ചിന്തകൾക്കനുസരിച്ച്, അല്ല അമ്മയുടെ പ്രഗ്നൻസി ടൈം പീരീഡിൽ അമ്മയുടെ ചിന്തകളിൽ നിന്നുണ്ടായേക്കുന്നതിൻ്റെ ഒരു എഫക്റ്റൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐ തിങ്ക് 16 മുമ്പ് വരെ ആയിരിക്കും. അത് കഴിയുമ്പോഴും 16 കഴിഞ്ഞ് 17 ആയാൽ പിന്നെ എഫക്റ്റ് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റ്, അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, വ്യക്തികൾ വരുന്നു. ആ വ്യക്തികളുടെ പ്രസൻസിൽ നിങ്ങൾക്ക് മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലത്, അതായത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫ്രീക്വൻസി സംഭവിക്കുന്നു. അപ്പോൾ ഇനി അവിടെ വ്യക്തികൾ വരണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. കാരണം ചില കേസിൽ നമ്മൾ കണ്ടേക്കുന്നത് ഒരു വ്യക്തി ഇല്ലാതെ തന്നെ സിറ്റുവേഷൻസ്, അതായത് ഒരു എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാതെ തന്നെ, ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ ഒരു 17-18 കാലഘട്ടം ആകുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സാവാച കർമ്മണം അറിയാതൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, നിങ്ങൾ അതുമായിട്ട് കയറി മൽപ്പെടുത്തി നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ എഫക്റ്റ്, ഈ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റാണ് ഇതിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങൾ അറിയാതെ പോകുന്ന വ്യക്തി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി, നിങ്ങളുടെ വൈബ്രേഷൻസ് ചിലപ്പോൾ ഹയർ ആവാം, ചിലപ്പോൾ ലോവർ ആവാം. ഇൻ ദ സെൻസ്, അതിനകത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ആകുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാലും ഇത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പം ചിന്തകളെ ഏകീകരിക്കാൻ അറിയത്തില്ല, ക്രോഡീകരിക്കാൻ അറിയത്തില്ല, എന്ത് ചിന്തിക്കണമെന്ന് അറിയത്തില്ല. അപ്പം ഹയർ ഫ്രീക്വൻസി ആവുന്നുണ്ടോ നമ്മളെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതാണല്ലോ പ്രശ്നം. അത് നമുക്ക് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല ഹയർ ഫ്രീക്വൻസി ആയാൽ. കാരണം ഓരോരുത്തരുടെയും പാറ്റേൺ ഓഫ് ലൈഫ്, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ഈ 17 തൊട്ട് പിന്നൊരു 10 വർഷം ഈ സഞ്ചിത കർമ്മത്തിൻ്റെ എഫക്റ്റിൽ, അത് പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സോൾ പവർ, നിങ്ങളുടെ സഞ്ചിത കർമ്മത്തിൻ്റെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 10 വർഷം എടുക്കും. ആ ഒരു ഓറയിൽ നിന്നല്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിലൊന്ന് ഇല്ലാതാവാൻ, അല്ലെങ്കിൽ കുറയാൻ. തീരുമെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ ഏകദേശം ഒരു 10 വർഷം എടുക്കും. ഞാനീ പറയുന്നത് എക്സാക്ട്ലി 17 വർഷം നിങ്ങൾ വിചാരിക്കേണ്ട, 17 ആവാം, 18 ആവാം, 19 ആവാം.
എന്നാലും ഈ ഒരു കാലഘട്ടം ഒന്ന് കൂട്ടിക്കോ, അതിൽ നിന്ന് ഒരു 10 വർഷം എടുക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓറയിൽ നിന്നൊന്ന് ചെറുതായിട്ട് മുക്തമാകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതും ഞാൻ വീണ്ടും പറയുന്നു, അതൊക്കെ ലോകത്ത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെ സ്പിരിച്വൽ സോൾ ആണെങ്കിലേ ഉള്ളേ. അതുപോലെ പറയാം, നിങ്ങളൊരു സ്പിരിച്വൽ സോൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ സ്പിരിച്വൽ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴിപാട് കഴിക്കുന്നു എന്നുള്ള ലൈനല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും അല്ല, സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു സോളിന് ഇതിൽ നിന്ന് മുക്തമാകാനുള്ള പോസിബിലിറ്റി വരുന്നു. പിന്നെ അത് എത്രമാത്രം നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോധം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ് അനുസരിച്ചിരിക്കും നിങ്ങൾ അതിലേക്ക് എത്രമാത്രം. ഇപ്പം എന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളെയും ഞാനൊന്ന് ഇറങ്ങണോ വേണ്ടയോ ശങ്കിച്ചേക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ചിന്തിച്ച കാര്യമുണ്ടായിരുന്നു. മീൻസ് പല കാര്യങ്ങളും. പിന്നീട് അത് എന്നിലേക്ക് അത് ഞാൻ പോലും അറിയാതെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണുമ്പോഴാണ് അപ്പോൾ ഇതും ഞാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധം ഉണ്ടാകുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത്. അത് ഇറങ്ങാത്തപ്പം ഈ പറയുന്ന പോലെ ആത്മാവിന് വേണ്ടത് മനസ്സ് ചെയ്തില്ലെങ്കിൽ മനസ്സിന് ദുഃഖിക്കാനുള്ളതെന്ന് പറയുന്നത് ചില എക്സ്റ്റേണൽ പ്രഷർ തരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതെന്തായിരിക്കും പ്രഷർ തരുന്നത്? അപ്പോഴാണ് നമുക്ക് പറഞ്ഞില്ല, ഇത് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തെ സെൻസ് ചെയ്യാനുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് തുടക്കത്തിലേക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. ചില 2 അടി കിട്ടിയാലൊക്കെ പഠിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ. അത് നമുക്കിത് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം, ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് അനുഗ്രഹം എന്ന് പറയാം. അത് അനുഗ്രഹമാണ്. ഏതോ എങ്ങനെയോ ഒരിക്കൽ ശക്തി നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞില്ലേ, ആ കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കിട്ടിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഈ അറിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഒരു ഗോൾ വേണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം, കാർ വേണം, വീട് വേണം, കല്യാണം വേണം, പണം വേണം, അല്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൈൻഡ് റീപ്രോഗ്രാമിംഗ് കൊണ്ട് മാത്രം, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന കാര്യത്തിനെ കൃത്യമായ രീതിയിൽ റീപ്രോഗ്രാം ചെയ്ത് മാത്രം സക്സസ് ആയേക്കുന്ന ആൾക്കാരുടെ റേറ്റാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇൻ ടേംസ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് യോഗ. അതായത് യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും മറ്റു തരത്തിലുള്ള തെറാപ്പികളിലൂടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്തേക്കുന്നവരാണ്. അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പം 21 ദിവസമോ 41 ദിവസത്തെ കണക്കല്ല. അവരെല്ലാ ദിവസവും ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഉപബോധ മനസ്സിനെ, അല്ലെങ്കിൽ അവരുടെ മൈൻഡ്, എന്ത് വെള്ളം വിളിക്കാം, അതിനെ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും പരിവർത്തനപ്പെടുത്താൻ വേണ്ടി മെനക്കെടുന്ന ആൾക്കാർ. ആ ആംഗിളിൽ അതിനെ കാണുന്ന ആൾക്കാർക്കാണ് കമ്പാരിറ്റീവ്ലി സക്സസ് റേറ്റ് കൂടുതൽ. ഞാൻ കണ്ടേക്കുന്ന, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനെയൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ട് അതങ്ങനെ പറയുന്നു, മെഡിറ്റേഷൻ മാത്രം ചെയ്തു പോകുന്ന, വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ മാത്രം ചെയ്യുന്ന ആരും എനിക്കറിയാം, സക്സസ് റേറ്റ് ഒന്നുമില്ല. സീരിയസ്ലി ഞാനതിനെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഞാൻ ഒരിക്കലും നിരാകരിക്കില്ല. ഞാൻ ഭാവിയിൽ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അതിലേക്ക് ഇൻവോൾവ് ആവണമെന്നും വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നാളെ നിങ്ങൾ ഏതൊരു മെഡിറ്റേഷൻ ക്ലാസ്സിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു സമയം വരുമ്പോൾ കൃത്യമായ ഗുരു എന്നിലേക്ക് വരുമെന്നും, ഇതിന് ചുമ്മാ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്ന തരമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ കോർ എന്താണോ, അതിൻ്റെ ആ കോർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മനസ്സിലാക്കി എനിക്ക് ഇൻവോൾവ് ചെയ്യാനാണ് താല്പര്യം. സോ അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ നിരാകരിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ കാര്യം നടക്കാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി ഒരു വിഷ്വലൈസേഷൻ എന്ന പോലെ മെഡിറ്റേഷനെ കച്ചവടമാക്കുന്നവരോട്, അതിന് കൈ കൊട്ടുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. എൻ്റെ ലവ് സക്സസ് ആവാൻ ഏത് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് ഉത്തരവില്ല. അത് മെഡിറ്റേഷൻ ചെയ്താൽ ലവ് സക്സസ് ആവുമെന്ന് പറയുന്ന ആൾക്കാരോട് വേണം ചോദിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മെഡിറ്റേഷൻ്റെ സത്ത മനസ്സിലാക്കാതെ മെഡിറ്റേഷൻ ചെയ്താൽ ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേർവിപരീതം കിട്ടും. കാരണം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ഓർഗനൈസേഷൻസിൻ്റെയും വീഡിയോ ഞാൻ എൻ്റെ ഡിപ്രഷൻ മാറാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രഷർ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അന്നേരം പിന്നെ പറഞ്ഞില്ല, നമുക്ക് ഒരു 2020 തുടങ്ങിയ ഒരു ജേർണി 2024 ആകുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് അറിവുകൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. മെഡിറ്റേഷൻ്റെ കുഴപ്പമല്ല പ്രശ്നം, അത് ആര് അതിനെ എങ്ങനെ കാണുന്നു, ഏത് രീതി അതിനെ അഭ്യസിപ്പിക്കുന്നു, അതാണ് ക്വസ്റ്റ്യൻ. കാര്യം നടക്കാൻ വേണ്ടി ഗോളിനെ കാണുന്ന മെഡിറ്റേഷൻ ആണെങ്കിൽ ആ മെഡിറ്റേഷനോട്
അങ്ങനെ ഞാൻ ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സധൈര്യം പറയാം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് പോകാൻ പറ്റും. അതിപ്പോൾ ഏത് രീതിയിലാണ്, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്തും. അത് എൻ്റെ എക്സ്പീരിയൻസ്, അത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ എൻ്റെ ഒരു ക്ലാസ്സിലും മെഡിറ്റേഷൻ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കാറില്ല. ഓക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ അടുത്ത കാര്യമാണ് യോഗ. അത് സംതിങ് എനിക്കത് വളരെ സെൻസിബിളായിട്ട് പല കാര്യങ്ങളും തോന്നി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അവിടെ ഈ യോഗ മാത്രം അഭ്യസിച്ച വ്യക്തിയിൽ മാറ്റമില്ലാത്തവരെ എനിക്കറിയാം. അതായത് വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്നവരിലും അവർക്ക് ഈ പറയുന്ന കോൺഷ്യസ്നെസ്സിൻ്റെ തലം ഉയർന്നിട്ടില്ല. അവർ ഒരു ഡെയിലി ഒരു എക്സർസൈസിൻ്റെ മാനറിൽ മാത്രം യോഗയെ കാണുന്നു, അല്ലെ ശരീരത്തിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലല്ലാതെ ഈ യോഗ ചെയ്തിട്ട് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലോ ഉയർന്നവരെയും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ മെജോറിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മെജോറിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലെ ശിഷ്യന്മാരെ നോക്കിയാൽ മതി. കാരണം 7 പ്രധാനപ്പെട്ട ആധാര ചക്രങ്ങളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് ആണ് ഇവിടെ ജീവിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ 7 ആധാര ചക്രങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്ന വ്യക്തി സാമ്പത്തികപരമായിട്ട്, ഐ റിപ്പീറ്റ്, സാമ്പത്തികപരമായിട്ട് അവർ ഉയരും. സ്പിരിച്വാലിറ്റി നിൽക്കുന്നവർ, ഇഫ് ദേ ആർ സ്റ്റേയിങ് ദാറ്റ് അവർ സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടിസ്ഥാന റൂട്ട് ചക്ര എലിവേറ്റഡ് ആയ പേഴ്സൺ ആണെങ്കിൽ അവർക്ക് മണി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കണ്ടേക്കുന്ന പല ഗുരുക്കന്മാരും സാമ്പത്തികമായിട്ട് ഉയർന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അവർ കൃത്യമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നവരാണ്, കൃത്യമായ രീതിയിൽ. അപ്പം ഈ നിങ്ങൾ സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സെൻസ് മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ചക്രകളെ എലിവേറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങളുടെ റൂട്ട്, നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ അപ്പം എന്താ പറയുന്ന ലോവർ ചക്രാസ് എല്ലാം വീക്കാണ്, നിങ്ങളുടെ ഹയർ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമായിരിക്കാം, വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ടോട്ടാലിറ്റി വീക്കാണ്. ബിക്കോസ് ഹെൽത്ത് ഇഷ്യൂസ്, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഇതിൻ്റെ സെൻസ് മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ 3 മണിക്കൂറല്ല 5 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്താലും നിങ്ങളുടെ സാമ്പത്തികമായ വളർച്ച നിങ്ങൾക്ക് ലോ ആണെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് അല്ല, നിങ്ങളുടെ ചക്ര ആക്ടിവേറ്റ് അല്ല. നിങ്ങളുടെ ബന്ധങ്ങൾ, സെക്ഷൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ആനന്ദം അല്ലെങ്കിൽ പ്ലഷർ എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ സംസാരിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് മടി, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള എന്താ പറയുന്നത് താല്പര്യമില്ലായ്മയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സേക്രൽ ചക്ര ആക്റ്റീവ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ അപ്പം ഈ പറയുന്ന ലോവർ ചക്രാസ് എല്ലാം വീക്കാക്കി വെച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായ സംഭവങ്ങളാണ് പറയുന്നതെങ്കിൽ ഒരർത്ഥമില്ല സീരിയസ്ലി. അപ്പം അവിടെയാണ് ഈ പറയുന്ന യോഗ ചെയ്താലും ഈ പറയുന്ന സംഗതി മനസ്സിലാക്കി ചെയ്യണം. യോഗ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന ചക്രകൾ ഉയരുക എന്ന് പറയുന്ന അതിന് പല ആസനാസ് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ പല ആസനാസ് ചെയ്തിട്ട് അവിടെ ചിന്തകളെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അവിടെയാണ് അടുത്ത പ്രശ്നം. റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അഭാവം കാണിച്ചു കൊടുക്കുന്ന ഇവിടെയാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ യോഗ ക്ലാസ്സിലോ അവിടെ ഇവിടെ പോയിട്ട് നിങ്ങൾ യോഗ ചെയ്യും, പക്ഷെ നിങ്ങളുടെ ചിന്താഗതിയിൽ യാതൊരു മാറ്റവും ഇല്ല, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ യാതൊരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ യാതൊരു മാറ്റവും. നിങ്ങൾ പത്രത്തിലെ ന്യൂസും ടി വിക്കകത്ത് കാണിക്കുന്ന ന്യൂസും നെഗറ്റീവും അതും തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ച് അഫർമേഷൻ പോലെ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ചക്ര ആക്റ്റീവ് അല്ല, നിങ്ങളുടെ സോൾ പവർ ഹയർ ആവുന്ന സമയത്ത് നാച്ചുറലി നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഈ നെഗറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ ബോധം എവിടെ? കോൺഷ്യസ്നെസ് എവിടെ? മനസ്സിലായോ? അത്യന്തികമായിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇത് ഒന്നുകിൽ നിങ്ങൾ ഇതിലേക്ക് വരരുത്, അല്ലെങ്കിൽ എല്ലാം ചെയ്യണം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അന്നേരം മുതലാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വേറെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ ജീവിതം മാറുമെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ സാമ്പത്തികപരമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കാണുന്ന ആൾക്കാർ ഏതൊക്കെ തരത്തിൽ എഴുതിയേക്കുന്നത് ഇപ്പോഴും ഒരു കാര്യവും നടന്നിട്ടില്ലല്ലോ. കാരണം എന്താ? കാരണം ഈ പറയുന്ന വ്യക്തിയുടെ ആധാരചക്രങ്ങൾ ഉയരണം, ആത്മാവിൻ്റെ ശക്തി ഉയരണം, ബ്രെയിൻ പവർ ഹെയർ ആവണം, പാറ്റേൺ ഓഫ് ലൈഫ് ചേഞ്ച് ആവണം. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ സോൾ പവർ കൂടണം,
ബ്രെയിൻ പവർ കൂടണം, പാറ്റേൺ ഓഫ് ലൈഫ് ചേഞ്ച് ആവണം. പാറ്റേൺ ഓഫ് ലൈഫ് ചേഞ്ച് ആവണമെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാരണം അതിനാണ് ദാറ്റ്സ് ദ കീ ഓഫ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാം. സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഈ പാറ്റേണെ ചേഞ്ച് ആക്കുക എന്നുള്ളതാണ്. അത് ചില മടിയാണ്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു. ഞാൻ ഒഫൻസീവായിട്ട് സംസാരിക്കുന്നതല്ല. നിങ്ങൾ ചുമ്മാ സമയം കളയരുത്, അല്ലെങ്കിൽ പഠിക്കിറങ്ങരുത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന പാറ്റേൺ ഓഫ് ലൈഫിനെ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ഞാൻ സൈക്കോളജിക്കലി മാറണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. എന്നെങ്കിലും ഞാൻ പറയാം, മീൻസ് ക്ലാസ്സിലേക്ക് ക്യാൻവാസ് ചെയ്യുകയാണ് എന്നാണ് നിങ്ങളിപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ. എങ്കിലും ഞാൻ പറയാം, 3 കാര്യങ്ങൾ ഒരു വ്യക്തി കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്യണം. അതിൽ പറഞ്ഞ 3 കാര്യമാണ് ബ്രെയിൻ പവർ, സോൾ പവർ, പാറ്റേൺ ഓഫ് ലൈഫ്. ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതെല്ലാം വെച്ചിട്ടാണ്. കാരണം ആർക്കും ഈ വന്ന ഫാസ്റ്റ് സൊസൈറ്റിയിൽ മെഡിറ്റേഷൻ ചെയ്ത് സമയം കളയാനില്ല, അല്ലേ? അതേപോലെ യോഗ. അപ്പം എൻ്റെ അഡ്വാൻസ് ക്ലാസ്സിനകത്ത് യോഗയുണ്ട്. കാരണം എൻ്റെ അഡ്വാൻസ് ക്ലാസ്സിനകത്ത് ഞാൻ പാസ്റ്റ് ലൈഫ് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് സെഷൻസ് 10 സെഷൻസ് വരുന്നുണ്ട്. അതും റെക്കോർഡഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട്, ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ കൊടുക്കുന്നുണ്ട്. അതും യോഗ ഇത്ര ദിവസത്തേക്കുള്ളൂ, മാസത്തിലേക്ക് 1 മാസം, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യണം വേണ്ട അവരുടെ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഒരു ഡിവൈസ്, ഒരു ടോട്ടൽ നിങ്ങളുടെ ഡിവൈസ്, ഞാൻ പറയുന്ന ശരീരമാണ്. ഈ ശരീരത്തിനകത്ത് ഉള്ള എല്ലാ സംഗതികളും കൃത്യമായിട്ട് വർക്കിങ്ങിനാകുമ്പോഴാണ് ഈ നമ്മൾ വലിയ സക്സസ്സിലേക്ക് ആൾക്കാരെ നോക്കിയത്. അവർ ചുമ്മാ ഗ്രാറ്റ്യൂഡ് കൊണ്ട് മാത്രമൊന്നുമില്ല, അവരവരുടെ ടോട്ടൽ മെറ്റബോളിസത്തിനെ മാറ്റിയവർ മാത്രമേ ഉള്ളൂ സക്സസ്സിലേക്ക് പോയിട്ടുള്ളൂ. വലിയ സ്വപ്നം കാണുന്നവർ, മോളുടെ വിവാഹം നടക്കണം, കാറ് വാങ്ങണം, വീട് വെക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് കാണുന്നതെങ്കിലും ഈ പറയുന്ന യോഗയും ഒന്നും വേണ്ടതാനും ഈ പറയുന്ന ബ്രെയിൻ പ്രോഗ്രാമിംഗ് മാത്രം മതി, സീരിയസ്ലി. പക്ഷെ അതുപോലും വ്യക്തമായിട്ട് ചെയ്യാൻ മനസ്സില്ല. അതുപോലും ബിക്കോസ് ആരോ വന്ന് ഹെൽപ്പ് ചെയ്യും. എന്നോട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിന് സാധിക്കാത്ത വല്ലതും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോഴാണല്ലോ ദൈവം ആരാ, ഇതെന്താന്ന് മനസ്സിലാക്കാത്തതിൻ്റെ വേർതിരിവാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ നോളജ് ഇല്ലാതെ ഭക്തന്മാരാകുന്നു, അല്ല പല കാര്യങ്ങളും ചെയ്യുന്നു. എന്തർത്ഥമായിരിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രീരാമക്ഷേത്രം പണിതപ്പം ആർക്കൊക്കെ വിട്ട് അതിന് പകരം ഒരു ഹോസ്പിറ്റൽ കിട്ടിയാൽ പോരെ. അവനവൻ്റെ ചിന്തകൾ കൃത്യമായിട്ട് പ്രോപ്പർ ആവാതെ ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ സഞ്ചിത ജനിത ആർജിത കർമ്മത്തിൻ്റെ എഫക്റ്റ് ആയിട്ടും ഓരോരുത്തർക്കും ഓരോ അസുഖം ഉണ്ടാവുന്നു. അമ്പലം എന്ന് പറയുന്ന അമ്പലം എന്തിനാണ്, പള്ളി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എനർജി കൂടിയ ഏരിയയാണിത്. കമ്പാരിറ്റീവ്ലി എനർജി കൂടിയിരിക്കുന്ന ഏരിയയിൽ ഒരു വ്യക്തി കൃത്യമായിട്ട് അവനവൻ്റെ എനർജിയെ ഹയർ ആക്കി വെച്ച്, അവനവൻ്റെ എനർജിയെ ഹയർ ആക്കി വെച്ച് കൃത്യമായിട്ട് ബ്രെയിൻ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്, ചിന്തകൾ ഫ്രീക്വൻസിയാണ്. ചിന്തകളെ ഏകീകരിച്ച് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏരിയ മാത്രമാണ് അമ്പലം. അല്ലാണ്ട് അമ്പലത്തിരിക്കുന്ന മൂർത്തി വന്ന് സഹായിക്കാനൊന്നും പോകുന്നില്ല. ഇത് സെൻസ് ചെയ്ത്, ഇത് മനസ്സിലാക്കി, ഇതിൻ്റെ തത്വം മനസ്സിലാക്കി അവിടെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത്, ഇപ്പം മിനിമം ഒരു 20-25 മിനിറ്റ് അമ്പലം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ. ദ സെൻസ് അല്ലാണ്ട് അവിടെ പോയി മൂർത്തിയെ കൊണ്ട് തൊഴുതു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂർത്തിയും നീ സലാം വെച്ചോ, ഓക്കെ, വെറുതെയാണ്, വെറുതെ. അപ്പോൾ ഈ സെൻസ് അല്ലെങ്കിൽ അമ്പലത്തെ അപ്പുറത്തെ വീട്ടിൽ നാട്ടുകാരെ കാണാൻ കുറേ കുറ്റവും കുശുമ്പും മുന്നേയും പറയാം, മൂന്നുപേരൊന്നും ഒരു കാലത്തും അവരൊക്കെ ആശുപത്രി നടക്കത്തില്ല. ബിക്കോസ് അവിടെ പോയിട്ട് ഏറ്റവും ഹയർ വൈബ്രേഷൻ ഏറിയ പോയിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സയൻസ് പോലും അറിയാം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രീതി മനസ്സിലാവാത്ത ആൾക്കാരാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ഈ പറയുന്ന ഹൈ നെഗറ്റിവിറ്റി അവിടെ പോയിട്ട് ഈ ചിന്തകൾ കമ്പാരിറ്റീവ്ലി അതിനെ നെഗറ്റീവ് ആക്കി വെച്ചിട്ട് അവർ തിരിച്ചു വരുന്നു, അവർ ആശുപത്രി കയറി ഇറങ്ങും. അപ്പം നമ്മുടെ ഇതൊന്നും വിശ്വാസമില്ല, പറയും ശരിയാണ്, അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം എന്താ ഹോസ്പിറ്റലിൽ പോകാം. തത്വം അറിയാതെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ സൊസൈറ്റിയിൽ പലരും പല രീതിയിലുള്ള കാര്യങ്ങളിനകത്തും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കാര്യം, എന്ത് ചെയ്താലും അതിൻ്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്ത് ഫലം കിട്ടും. ഇല്ലെങ്കിലോ അല്പജ്ഞാനം എവിടെ എത്തിക്കത്തില്ല, അത് വാസ്തവം തന്നെയാണ്.
അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബെനിഫിറ്റ്സ് മാത്രം നോക്കി ലോ ഓഫ് അട്രാക്ഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം സക്സസ് റേറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ അതിനെ കൃത്യമായിട്ട് ബോധത്തിനെ ഉയർത്താനാണെന്നും നിങ്ങളുടെ ബ്രെയിൻ പവർ ഹയർ ആക്കാനാണെന്നും നിങ്ങളുടെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്ത് മാത്രം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അവിടെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത്. ഈ പറയുന്ന ആധാര ചക്രങ്ങളെ ഇപ്പം പലരും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നു. ഈ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറയുമ്പോഴും അവരുടെ പ്രശ്നം എന്താ, അവർക്ക് എൻ്റെ ചക്രയെല്ലാം വീക്കാണ്, എൻ്റെ ചക്രങ്ങളെ വീക്കായി ഉയർത്താനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ്റെ വാസ്തവികത മനസ്സിലാക്കാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും വേണ്ടഞ്ഞിട്ടാണ് ഞാൻ പുതിയൊരു പാത്വേ ജനറേറ്റ് ചെയ്യുകയാണ്, അതായത് പോസിറ്റീവ് പാത്വേ. ആ പാത്വേ നിങ്ങളുടെ ശീലമാകണം. ബിക്കോസ് നിങ്ങൾ എന്ത് ശീലിച്ചോ അതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ശീലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു ശീലം ജനറേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചിട്ട്, അല്ലാണ്ട് എൻ്റെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചിട്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചോ നിങ്ങൾ ചെയ്തിട്ടൊരു അർത്ഥമില്ല. നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പുതിയ പാത്വേ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ലൈഫ് ക്രിയേറ്റ് ആവുന്നതും. ആ പാറ്റേൺ നിങ്ങളുടെ ശീലമാകുമ്പോൾ നാച്ചുറലി നിങ്ങൾ അതൊരു പ്രോഗ്രാമായി മാറുന്നു. ആ പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് സംഭവിക്കുന്നു, നിങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നു. അപ്പം ഈ പറയുന്ന പണം വേണമെങ്കിൽ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. നല്ല ഫാമിലി ലൈഫും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈക്രൽ ചക്രയും ഹേർട്ട് ചക്രയൊക്കെ ബാലൻസ്ഡ് ആയിരിക്കണം. ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളാർ പ്ലക്സസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ സംസാരം നിങ്ങളുടെ തോട്ട് ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ഇൻഡ്യൂഷൻ കറക്റ്റാണ്. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ക്രൗൺ ചക്ര ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങിയില്ലെങ്കിലും ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. അല്ലാണ്ട് റൂട്ട് ചക്ര മൊത്തത്തിൽ പുകച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ സേക്രൽ ചക്ര മൊത്തത്തിൽ പുകച്ച് വെച്ചിട്ട് എനിക്ക് പൈസ വരുന്നില്ല, എനിക്ക് പണം വരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലാക്കി ചെയ്താൽ എളുപ്പത്തിൽ നടക്കും. അതായത് ഇപ്പം എനിക്കൊരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചാണ് കുറച്ച് മുമ്പ്, ഞാൻ ക്ലാസ്സിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. അതായത് സാർ 6 മാസം മുമ്പ് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം 6 മാസം മുമ്പേ തീർന്നേനെ. അന്ന് ചെയ്യില്ല. കാരണം അന്നേരം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ സാറന്മാരും എളുപ്പമുള്ള കുറേ ടെക്നിക്ക് പറയുമ്പോൾ ഇവിടെ ഒരുത്തം മാത്രം കുറച്ച് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് സ്ട്രെസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടേ പോകുന്നു. പക്ഷെ നിങ്ങൾ ടെക്നിക്ക് കേട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ വരുമ്പോഴാണല്ലോ ഇതിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം അറിയാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. നിങ്ങൾ അറിഞ്ഞു കഴിയും ബുദ്ധിമുട്ട് മാറും. അതിന് പഠിക്കാൻ മനസ്സില്ല. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ അത് പഠിക്കാൻ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ, അതിനൊരു മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളത് അച്ചീവ് ചെയ്യുന്നത്? അവിടെ നിങ്ങളുടെ ആ ആഗ്രഹത്തെക്കാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോയെ വലുത്, ഈഗോയെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഹൈ ഈഗോയിൽ നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണ് സക്സസിലേക്ക് പോകുന്നത്? കൺസിസ്റ്റൻ്റ് ആയിട്ട്. മനസ്സിലായോ? നമ്മളിൽ തിരുത്തേണ്ട ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ എടുത്ത് വെളിയിൽ കളയുമ്പോഴേ ഉള്ളൂ പ്രകാശം വർദ്ധിക്കത്തുള്ളൂ. ഇത് ബേസിക്കാണ്, വളരെ വളരെ ബേസിക്കായ ഒരു തോട്ടായത് അല്ലേ? ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലൈറ്റിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടൊരു കറുത്ത സാധനം അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ പൊത്തി പിടിക്കുവാണെങ്കിലോ എൻ്റെ മുന്നിലേക്ക് വരുന്ന ലൈറ്റിൽ പ്രകാശത്തിനകത്ത് അളവിനകത്ത് വ്യത്യാസം വരത്തില്ലേ? ഇത് മാറ്റുമ്പോൾ എന്താ പ്രകാശം കൂടുന്നു, ഇത്ര തന്നെ ഉള്ളൂ. ഇത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ എന്നോട് വന്ന ഒരു സിനിമാക്കാരൻ വന്നൊരു സംഗീത സംവിധാനം ചെയ്യൂ സാർ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എൻ്റെ പണി അതല്ല. റഹ്മാനോട് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ഇതാണെന്ന് വിചാരിക്കുന്നതാവണമെന്നില്ല നിങ്ങളുടെ ജോലി. ഞാനത് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ അനുഭവം വെച്ചാൽ ഞാനിത് വേണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എനിക്ക് സ്കില്ലുണ്ടെന്ന് വിചാരിക്കുന്നതും ഈ പറയുന്ന ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റിൽ തന്നെയാണ്. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരുമ്പോൾ വിതിൻ 5 minutes 10 minutes എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങോട്ട് പോകുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത്. അത് പറഞ്ഞില്ലേ, നിത്യത്തൊഴിൽ അഭ്യാസം. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം എത്രയോ 10,000-2000 ആൾക്കാരോട് സംസാരിച്ച വ്യക്തിയുടെ ഒരു അനുഭവം ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അത്രയും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കാനിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നായിട്ട് കാണാതെ ഓരോരുത്തരുടെയും പ്രശ്നം ഓരോന്നാണെന്ന് മനസ്സിലാക്കി. ഇപ്പോഴും ഇന്നലെ എന്നോടൊരാൾ ചോദിച്ചു, സാറിന് എൻ്റെ പ്രശ്നം അറിയാമോ? കാരണം എനിക്കെന്താ അറിയാണ്ടിരിക്കാൻ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നേക്കുന്ന എല്ലാ വ്യക്തിയും എന്തിനാ ഞാൻ ഒരാളുടെയും അവരുടെ പേര് തന്നെയാണ് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്.
അപ്പോൾ അത് 2020 എൻ്റെ അടുത്ത് വന്ന ആൾക്കാരുടെ പ്രശ്നം എനിക്കറിയാം എന്തിനാ അവർ വന്നതെന്നുള്ളത്. കാരണം ഞാൻ ഇൻവെസ്റ്റിംഗ് ഓൺ യു, മനസ്സിലായോ? ഇതൊരു വിൻ വിൻ ആണ്. നിങ്ങൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അനുഭവത്തിലൂടെ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ, എന്ത് ചെയ്യരുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു 10,000-2000 ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വരത്തില്ലേ? വരും. അപ്പോൾ അതോടെ ആൾക്കാർ, ഞാൻ അവരുടെ നെഗറ്റിവിറ്റി കേട്ട് എന്നെ ഒന്നും ബാധിക്കുന്നൊന്നുമില്ല, അത് മാറ്റാനുള്ള രീതി എനിക്കറിയാം. പക്ഷേ അത് രീതി എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പലരും പറയും മറ്റാൾക്കാരുടെ നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് മാറ്റാൻ, അത് എങ്ങനെ മാറ്റുന്നതെന്ന് ഇവിടെ അറിവുണ്ട്. ആ അറിവ് ഞാൻ ചെയ്താൽ മതി, എന്നെ ബാധിക്കത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളിൽ മാറ്റേണ്ടതിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ, നിങ്ങളതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്താൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും. അത് അനുഭവമാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം. എന്താണോ, വളരെ സിമ്പിളല്ലേ. നമ്മുടെ കൈരേഖ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, ഇതൊക്കെ നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, ഇപ്പം പാമിസ്ട്രി ഫോളോ ചെയ്യുന്നവരുണ്ട്, ആസ്ട്രോളജി ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇതും ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? ചില ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൂർവ്വജന്മ സംചിത കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലം കഴിയുമ്പോൾ ഇത്ര പ്രശ്നം വരും എന്നവർ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇപ്പം ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി വളരെ എത്തിസ്റ്റാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൈ നോക്കി ഒരു നോട്ടക്കാരൻ പറഞ്ഞു നിങ്ങൾ സിനിമാക്കാരനാവുമെന്ന്. അയാൾ വിശ്വസിച്ചില്ലല്ലോ. സിനിമാക്കാരനായോ? അവാർഡും വാങ്ങിയോ? വാങ്ങി. അപ്പം അദ്ദേഹം വിശ്വസിക്കാതെയും കാര്യം നടന്നോ? അപ്പം ഈ എന്താണ് പറയുന്നത്, അപ്പോൾ സഞ്ചിതകർമ്മം എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല നടന്നോളും, നടക്കുകയും ചെയ്യും. നിങ്ങളെ വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ഇൻ എ നെഗറ്റീവ് ഫേസ്, ഇപ്പോൾ ശ്രീനിവാസന് നന്നായിട്ട് സംഭവിച്ചു, പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റായി 10 വർഷം എടുക്കുക. നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങൾക്ക് മെജോറിറ്റിയും ഒരു 75% ദുഃഖമാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ബോധം നിങ്ങൾക്കുണ്ടായാൽ മതി. അതിനെ തിരുത്താൻ പറ്റും എന്നുള്ള അറിവ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്താൽ മതി. അതിനെ പഠിക്കണം. പഠിച്ച് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഒരു നല്ല സമയം. ഏതാ നല്ല സമയം? ഇത് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതാണ് നല്ല സമയം. അപ്പം കേട്ടില്ലേ, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം ഇല്ലേ എന്ന് പറയുന്നില്ല. നിങ്ങളുടെ സമയം റെഡിയാകുമ്പം അങ്ങനെ വിചാരിച്ചോളൂ ആണ് ഈ അറിവുകൾ. അപ്പം അവിടെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്താ? ഇത് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ അതിലേക്ക് മടി വിചാരിച്ച് അതിന് ഒരാളുടെ പുഷ് വേണം, അങ്ങനെയുള്ള പുഷ് നമ്മൾ പറഞ്ഞില്ലേ, ചില ആൾക്കാർ നമ്മൾ അങ്ങോട്ട് എന്തായി ചോദിക്കും. അത് നമ്മളോടുള്ള പെരുമാറ്റം. ഇപ്പം എൻ്റെ അടുത്ത് അവർ അത്രയും ക്ലോസ് ആണെങ്കിൽ, എൻ്റെ അടുത്ത് അത്രയും അവരുടെ ഒരു വിശ്വാസം അർപ്പിച്ച് എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എല്ലാ ആഴ്ചയിലോ ചിലപ്പോൾ ദിവസക്കണക്കിൽ ഞാൻ ചോദിക്കും എന്തായി കാര്യങ്ങളെന്ന് ഞാൻ ചോദിക്കും. നേരെ മറിച്ച് വെറുതെ ഒരു ക്ലാസ്സാണ് ഇപ്പം എൻ്റെ അടുത്ത് വലിയ അറ്റാച്ച്മെൻറ്റ് കാണിച്ചില്ലെങ്കിൽ ഞാനും അതേപോലെ നിൽക്കത്തുള്ളൂ. എന്നോട് കാണിക്കുന്ന പോലെ തന്നെ അവരെൻ്റെ അടുത്ത് എത്രമാത്രം അറ്റാച്ച്ഡ് ആണോ ഞാനും അവരോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അതനുസരിച്ച് അവർക്ക് കൂടെ ഞാൻ നിൽക്കാറുണ്ട്. അതെൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ കൃത്യമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റും. അപ്പോൾ എൻ്റെ ഫൈൻഡിങ്സ് ആണ് ഞാൻ പറഞ്ഞത്, എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഞാൻ പല എക്സ്പെരിമെൻറ്റ്സ് നോക്കിയിട്ടുണ്ട്. ബോധപൂർവ്വം ഞാൻ ഇൻഷുറൻസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, മോശവും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 1.5 വർഷം കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് എത്ര നാൾ വരെ നീണ്ടു നിൽക്കും എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1.5 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എഫക്റ്റ് 6 മാസം കൂടെ നിൽക്കും. 6ാമത്തെ മാസം കഴിയുമ്പോൾ തീരും. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കീപ്പോട്ട് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്നായിരിക്കും ആദ്യത്തെ വിഷമം ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിലായത് പറഞ്ഞില്ലേ? ഇതിപ്പം നിങ്ങൾക്ക് അനുഭവത്തോടെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ കൃത്യമായിട്ട് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രയും കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, റീപ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുക. ഐ ആം ഹിയർ. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മളതനുസരിച്ചാണ് ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തേക്കുന്നത്. അഡ്വാൻസ് ക്ലാസ് വേണ്ടവർക്ക് അഡ്വാൻസ് ക്ലാസ് തരാം. അതല്ല റെഗുലർ ക്ലാസ് മതി, റെഗുലർ ക്ലാസ് ഏതാണേലും
എന്തായാലും നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് വേണ്ടി ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ആജീവനാന്ത കാലത്തേക്ക് സാമ്പത്തികപരമായിക്കോട്ടെ, ആരോഗ്യപരമായിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പിൻ്റെ പരമായിക്കോട്ടെ, ജോലിക്ക് വേണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ അതിനു വേണ്ടി ഒരു 10,000 രൂപ പോലും മുടക്കാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ, സീരിയസ്ലി അങ്ങനെ പറയാം, അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങൾ മടി വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. നിങ്ങളെ സമ്പന്നനാക്കണമെന്ന് ആർക്കാ നിർബന്ധം? നിങ്ങൾ കാശുകാരനാകണമെന്ന് ആർക്കാ നിർബന്ധം? നിങ്ങൾ ആരോഗ്യവാനും ആരോഗ്യവതിയാവണമെന്ന് ആർക്കാ നിർബന്ധം? ഹോസ്പിറ്റൽ ഡോക്ടർമാർക്കോ? 6,500 രൂപ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ 5,000 രൂപ 10,000 രൂപ 10,000 രൂപ ക്ലാസ്സിൽ അടയ്ക്കാൻ മടിയുള്ളവൻ ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ഒരു മടിയില്ലാത്തവന്. കാരണം അവന് കൊടുത്തേ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഈ ജന്മത്തിൽ ഉണ്ടാവാൻ പോകുന്ന ക്രൂഷ്യൽ സിറ്റുവേഷൻസിനെ കൃത്യമായിട്ട് ബുദ്ധിയിൽ മനസ്സിലാക്കി ഡിലീറ്റ് ആക്കാൻ അവസരമുണ്ട്. നോ, അവരിൽ വിശ്വാസമില്ല, അവർക്ക് വിശ്വാസം ഹോസ്പിറ്റൽസിനെയാണ്. അതായത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന, ആയുസ് എടുത്തുണ്ടാക്കുന്ന പൈസ ഒന്നെങ്കിൽ ബാങ്കുകാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നു. അതായത് ബാങ്കുകാരുടെയും ഹോസ്പിറ്റലിലെയും മുതലാളിമാരുടെ തൊഴിലാളികളായിട്ട് ഒരു വലിയ ജനസമൂഹം ജീവിക്കുന്നു. അവരുടെ ഒരാഗ്രഹവും നേടിയെടുക്കാൻ, അതായത് ആ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് അവനൊന്നും ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലുകാരുടെയും അതേപോലെ തന്നെ വലിയ എന്താ പറയുന്നത്, ബാങ്കുകാർക്കും ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വിദേശ രാജ്യങ്ങളിലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അത്രയും ക്രിട്ടിക്കൽ മൈൻഡ് ഉള്ളവരാണ്. അത്രയും ക്രിട്ടിക്കൽ മൈൻഡ് ഉള്ളവർ സക്സസ്സിലേക്ക് പോകണമെന്ന് ചിന്തിച്ചാലും അത്രയും ക്രിട്ടിക്കലായിട്ട് അവർ കാര്യങ്ങളെ കാണുന്നത്. നിങ്ങൾ മാറാൻ ശ്രമിക്കുക. കമ്പാരിറ്റീവായി ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിദേശ രാജ്യങ്ങളോടും എൻ്റെ അടുത്ത് വന്നേക്കുന്ന ആൾക്ക് പുറത്തുള്ള ആൾക്കാരോട് അവർ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർ സക്സസ് കിട്ടും. കാരണം അവർ ക്രിട്ടിക്കൽ മൈൻഡ് ഇല്ല അവർക്ക്. അവർ ക്രിട്ടിക്കലി അല്ല വന്നേക്കുന്നത്. അവർ കാര്യം പഠിക്കുന്നു, കാര്യം മനസ്സിലാക്കി ജീവിക്കുന്നു. അവരെല്ലാവരും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് ഞാൻ പൈസ അടിച്ചാൽ ഇപ്പം പല ട്രെയിനർമാരുടെയും കമൻറ്റ് സെക്ഷൻ, ഞാൻ പൈസ തന്നെ നീ എങ്ങനെ നന്നാവണ്ടാ. അതുപോലെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ വ്യക്തി അവർ പുതിയ കാർ എടുത്തപ്പം അയാളുടെ കമൻറ്റ് കണ്ടതാണ്, നിൻ്റെ ചാനൽ ഇന്നോട്ട് ചെയ്യാൻ അങ്ങനെ എൻ്റെ പൈസ കൊണ്ട് നീ നന്നാവണ്ട. അവൻ നന്നാവാൻ അവൻ ബുദ്ധി ഉപയോഗിച്ചു, നീ നന്നാവാൻ നീ ബുദ്ധി ഉപയോഗിക്കണ്ടേ? ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇത് മനസ്സിലാക്കാൻ, അല്ലാണ്ട് ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെയും തെറി പറഞ്ഞ്, ഗവൺമെൻറ്റിനെയും തെറി പറഞ്ഞ്, അപ്പുറത്തിരിക്കുന്നതിനും തെറി പറഞ്ഞ്, എന്നെ ഉൾപ്പെടെ, ഇപ്പം എന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്നെ പോലുള്ള ട്രെയിനർമാരെയും തെറി വിളിച്ചിട്ടൊന്നും ഒരർത്ഥമില്ല. ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ടാവും, മതി. ആ മൈനോറിറ്റിയെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിന്നെ ആര് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങൾ നന്നാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നന്നാവണമെന്ന്, നിങ്ങളിൽ ഉയർച്ച ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ, നിങ്ങളെയൊക്കെ നന്നാക്കണമെന്ന് വേറെ ഏതെങ്കിലും ശക്തിക്ക് ആഗ്രഹമുണ്ടോ? ഒരാഗ്രഹമില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി പലരും പറയും ലോട്ടറി അടിച്ച് സക്സസ് ആയേക്കുന്ന ആൾക്കാരെ. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടോ? ഒരു സമയത്ത് പൈസ വന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി 2024 നിങ്ങൾ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞിട്ട് എത്ര നാളായെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്, ഒരു 10 ലക്ഷം രൂപ ഈ കാലയളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫെയിലിയറാണ്. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ കാലയളവിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ 10 ലക്ഷം മിനിമം എമൗണ്ടാണ് പറയുന്നത്, ആ പണം നിങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പൂർണ്ണ പരാജയം തന്നെയാണ്. കാരണം എന്താ? ഈ കിട്ടിയിരിക്കുന്ന അറിവിനെ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അത്രയും ഫയർ നിങ്ങളിലേക്ക് വരുന്നില്ല, അത്രയും ഇൻറ്റൻസിറ്റി നിങ്ങൾ ഇറങ്ങുന്നില്ല. ദാറ്റ്സ് വൈ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുന്ന ആളുടെ മനോധർമ്മവും കേൾക്കുന്ന ആളുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ്. ദിവസങ്ങൾ കൊണ്ട് കടങ്ങൾ തീർത്ത ആൾക്കാരുടെ കഥ ഞാൻ വിട്ടിട്ടുണ്ട്. ദിവസങ്ങൾ കൊണ്ട് കടം തീർത്ത ആൾക്കാരുടെ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആദ്യം വിചാരിക്കണം.
എത്രയോ ക്ലാസ്സുകൾ പല പല ട്രെയിനർമാരും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണം, കാരണം അവനവൻ ഇൻവെസ്റ്റായി ചെയ്യുന്നത്. അറിവ് കൂടുന്നതനുസരിച്ച് പോസിബിലിറ്റീസ് കൂടും. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റേഷൻ, നിങ്ങളുടെ നോളജും ലിമിറ്റഡ് ആയിരിക്കും, അല്ലേ? ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് മാത്രം നിങ്ങൾ ഇതായിരിക്കും, നിങ്ങൾക്ക് വേറെ സറൗണ്ടിങ്സുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, നിങ്ങൾ അതിൽ തന്നെ താഴ്ചയിരിക്കും, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ഓക്കെ, സോ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആരംഭിക്കുക. അതിനുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ. അതാണ് ആദ്യം വേണ്ടത്. ബോധമാണ് ഉണ്ടാവേണ്ടത്, പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കാനുള്ളൊരു ആർജവം ഉണ്ടാവട്ടെ. ബാക്കി പുറകെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സക്സസ് നമുക്ക് 21 ദിവസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും. മെറ്റീരിയലിസ്റ്റിക് ഗോൾസൊക്കെ ആണെങ്കിൽ ഞാൻ നിമിഷ നേരം കൊണ്ട് പറ്റും. പിന്നെ നിങ്ങളുടെ സക്സസിനെ ഒന്ന് ജനങ്ങളെ അറിയിക്കാനോട് ശ്രമിക്കണം. ഞാൻ സക്സസ് ആയത് എൻ്റെ മൈൻഡിനെ മാറ്റിയതാണെന്ന് പറയാനൊരു ധൈര്യം കൂടെ കാണിക്കണം. നമ്മളെ രക്ഷിച്ച കാര്യം ഏതാണോ അത് തുറന്നു പറയാൻ നമുക്ക് ധൈര്യമില്ലെങ്കിൽ, ഞാനത് സ്പിരിച്വലി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സോളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുമോ? നിങ്ങളെ എന്നും രക്ഷിക്കുമോ? ആലോചിച്ചു. ഓക്കെ, താങ്ക് യു.